നമസ്കാരം. ഇന്ന് നിങ്ങൾക്കറിയേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ ഒടുവിൽ വ്യക്തിഗതമായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. ആദ്യം കാലാവസ്ഥാ പ്രവചനത്തിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മാർച്ച് 15 മുതൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് റിപ്പോർട്ട്. അതിനാൽ മഴയ്ക്കുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുക്കാൻ മറക്കരുത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ കഴിഞ്ഞ 2 മാസത്തോളം പലരും തങ്ങളുടെ വേതനം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ്. നിരവധി പരാതികൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമുണ്ട്. എന്നാൽ പദ്ധതിയിൽ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടും ശമ്പളം ലഭിക്കാത്തവർക്ക് നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണെന്നാണ് തൊഴിലുറപ്പ് ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉടൻ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന പെൻഷൻ പദ്ധതി. ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 മുതൽ 40 വയസ്സുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാം. മാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയാണിത്. ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ അതുപോലെ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ ഇതിലേക്ക് ചേരാൻ സാധിക്കുന്നതാണ്. ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ, നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ, അതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റ് പ്രവാസികളായിട്ടുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് 31-നകം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. നാട്ടിലുള്ള പെൻഷൻകാർ പ്രവാസി ക്ഷേമനിധി ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് നേരിട്ടോ തപാൽ മുഖേനയോ അയച്ചു നൽകേണ്ടതാണ്. എന്നാൽ നിലവിൽ വിദേശത്തുള്ളവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ നൽകാനും സാധിക്കും. വൈകിയാൽ പെൻഷൻ ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇലക്ട്രോണിക് KYC കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടത്തിയിരുന്നു. 6 ലക്ഷത്തിലേറെ ആളുകൾ ഇനിയും ഈ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. മാർച്ച് 31-നകം അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ കാർഡുകൾ ഒഴിവാക്കപ്പെടാനും സാധ്യതയുണ്ട്. നാട്ടിലില്ലാത്തവരും അതുപോലെ തന്നെ പഠനത്തിനായിട്ട് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളവർ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റേഷൻ കാർഡിൽ അവരുടെ സ്റ്റാറ്റസ് NRK എന്ന് നിലനിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതൊക്കെ പരോക്ഷമായിട്ട് തന്നെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇതൊക്കെയാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വാർത്തകളും അറിയിപ്പുകളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം.